respected dignitaries on and off of the dais, ladies and gentlemen, and my dear friends, a very warm good morning to one and all. Today, the Vijayalakshmi Foundation, in collaboration with the Community Mediation Center, is proudly hosting the Indian Mediation 2023, the KSMCC Nirnaya scheme, and an initiative aimed at fostering more people-friendly legal practices. The Indian Mediation Congress is an annual gathering that convenes professionals and experts from diverse backgrounds to engage in discussions and advocate for the importance of mediation. The success of this event greatly depends on your active participation and support. Now, for the welcome address, I call upon Sri Ubaid Sainulabdin, Chairman of the Foundation. Please, sir. Good morning, all. Most respectable dignitaries on the dais and off dais. My dear brothers and sisters and soulmates. Today we are gathering here for valuable responsibility, good deed in the world, in the first Indian Mediation Congress in the country, conducted by Vijayalakshmi Teachers Foundation and the CVC, Consumer Vigilance Center, and R. Parameshwaran Pillai Library and USPF. God grace, I am standing here. It's my humble responsibility to welcome, address all participants and chief guests, most important moderator and trainers and advocates and humanitarians. Dear brothers, വളരെ പവിത്രമായ ഒരു ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ഈ രാജ്യത്ത് 4.5 കോടി കേസുകൾ, സിവിൽ കേസുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യസഭയും ലോക്സഭയും 2023 ഒരു നിയമം പാസാക്കി പ്രസിഡന്റിന്റെ ഒപ്പിന് വേണ്ടി അയച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു നിയമം വന്നതിന് ശേഷമാണ് നമ്മൾ അതിന്റെ കൺസൾട്ടേഷൻ കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഒരു നിയമം വരുന്നതിന് മുമ്പ്, ആ നിയമം വരാനിരിക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മഹത് വ്യക്തിത്വങ്ങൾ ഇരിക്കുന്ന ഈ വേദിയിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ ഹാർദവമായി അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നമ്മൾ കണ്ടക്ട് ചെയ്തത്. ഐക്യരാഷ്ട്രസഭ പോലും ഒരു നിയമം തീരുമാനമെടുക്കുമ്പോൾ അത് നെഗോസിയേഷൻ ആൻഡ് ബാർഗൈനിങ് കഴിഞ്ഞ നിയമമായി അത് ഓരോ രാജ്യത്തും അതാത് സ്റ്റേറ്റുകളിൽ കൺസൾട്ടേഷൻ നടത്തുന്നു. അതിനുശേഷം നാഷണൽ കൺസൾട്ടേഷൻ നടത്തി അതിന്റെ അതോറിറ്റീസിനെ അത് പഠിപ്പിക്കുന്നു. നിയമത്തിന്റെ അവയർനെസ് എന്താണെന്ന് പഠിപ്പിക്കുന്നു. പഠിപ്പിച്ചത് ജനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൊണ്ടുവരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിൽ ചരിത്രപ്രധാനമായ ഒരു പരിപാടിയിലാണ് നാം പങ്കെടുക്കുന്നത്. എന്താണ് ഈ നിയമം വന്നാൽ എത്രത്തോളം പൊതുജനങ്ങൾക്ക് ഗുണകരമാകും എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മൾ ആ മേഖലയിൽ ദശാബ്ദങ്ങളായി പണിയെടുക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോസ്റ്റ് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഡിഗ്നിറ്ററീസ് ആണ് ഡൈസിലും ഇരിക്കുന്നതും അതുപോലെ വേദിയിലും ഇരിക്കുന്നതും. അപ്പൊ നമ്മൾ സന്തോഷത്തോടെ ഹാർദവത്വമായി ഇതിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നതിനോടൊപ്പം എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ കെ പി രണദീപിക്ക് ഈ ഇന്ത്യൻ മീഡിയേഷൻ കോൺഗ്രസിന്റെ പേരിൽ ഹാർദവമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഹൈക്കോടതി ജസ്റ്റിസ് ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാൻ കൂടി ഓൺലൈനിലൂടെ നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വിലയേറിയ തിരക്കേറിയ സമയമെടുത്തുകൊണ്ട് കോടതിയിലേക്ക് പോകേണ്ടതാണ്, എന്നിട്ടും ഇതിന്റെ താല്പര്യത്തോടു കൂടി ഇവിടെ വന്നിട്ടുള്ള ഓൺലൈനിലൂടെ നമ്മുടെ മുമ്പിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഷ്താഖ് സാറിനും
ഇന്ത്യൻ മീഡിയേഷൻ കോൺഗ്രസിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം അദ്ദേഹം ഇനാഗ്രേഷൻ ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്ക് സ്വാഗതം അർപ്പിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ്. Thank you so much, sir. Now, we are privileged to have Honorable Justice Mohammad Mustaq, sir, Judge, High Court of Kerala. Now, I invite His Lordship Justice Mohammad Mustaq for the online inaugural address. ഒരുപക്ഷെ പാർലമെന്റ് പാസാക്കിയതിനു ശേഷം ഒരു സംഘടനാ നിലയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നിലയിൽ ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ ഒരു സംരംഭമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രാധാന്യം അറിയിക്കുന്നു. ഇതിന്റെ മുഖ്യ സംഘാടകരായ രണദേവയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ആദ്യമായി സ്വാഗതം പ്രസംഗൻ പറയുന്നു, 4.5 കോടിയോളം കേസുകൾ കെട്ടിക്കിടക്കുന്ന രാജ്യത്ത് ഇതുപോലുള്ള മീഡിയേഷൻ വളരെ പരമപ്രധാനമാണ്. 4.5 കോടിയല്ല, അതിലും അധികമുണ്ട്. 5.5 കോടികളോളം കേസുകൾ കെട്ടിക്കിടക്കുന്ന നാടാണ് നമ്മുടെ ഭാരതം. ജഡ്ജ് പോപ്പുലേഷൻ റേഷ്യോ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ കോടതിയിൽ വരുന്നത് തർക്കങ്ങൾ യഥാർത്ഥത്തിൽ 10-20% ആ തർക്കങ്ങളെ കോടതിയിൽ വരുന്നുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. പല തർക്കങ്ങൾക്കും പരിഹാരമില്ലാതെയാണ് പ്രത്യേകിച്ച് സാധാരണക്കാരന് കോടതിയിൽ പോകാൻ സാധിക്കാത്തവർക്ക് ഉള്ളത് സംഭവിക്കുന്നു. മറ്റുള്ളവർ പല മേഖലകളിലോ പലരുടെ സ്വാധീനത്തിനോ തർക്ക പരിഹാരത്തിന് കാണുന്നു. ഇന്ന് കോടതിയിൽ വരുന്ന കേസുകൾ തന്നെ നോക്കിയാൽ യഥാർത്ഥത്തിൽ തർക്ക പരിഹാരത്തിന് വേണ്ടിയുള്ള കേസുകളാണോ എല്ലാ സമ്മർദ്ദത്തിന് വേണ്ടിയുള്ള കേസുകളാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഭൂരിഭാഗം കേസുകളും ഒരു സമ്മർദ്ദപരമായി ഒരു ടാക്ടിക്സിന്റെ ഫലമായി കോടതിയിൽ വരുന്ന കേസുകളാണ്. പ്രത്യേകിച്ച് ഫാമിലി തർക്കങ്ങൾ, പോക്സോ കേസുകൾ, ക്രിമിനൽ കേസുകൾ, സിവിൽ സ്വഭാവത്തിലുള്ള. കാരണം ഒരു സമ്മർദ്ദം ചെലുത്തുക, ആ സമ്മർദ്ദത്തിന്റെ മേലിൽ തർക്കം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ ശ്രമിക്കുക. ഒരു പ്രബുദ്ധമായ സിവിൽ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള തർക്ക പരിഹാരത്തിന് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അത് ഒരു സ്വന്തം താല്പര്യത്തോടു കൂടി തർക്കം പരിഹരിക്കാൻ നല്ല മേഖലകൾ ഇല്ലാത്തതുകൊണ്ടാണ് അഭിഭാഷകരും കക്ഷികളും ഇതുപോലെ മേഖലകൾ ചേർന്ന് കോടതിയെയും സമ്മർദ്ദം ചെലുത്തി കേസുകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് കേരളത്തിലെ നോക്കിയാൽ തന്നെ കാണാം, സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ കാണാം, പോക്സോ കേസുകൾ, IPC ഒഫൻസായ 498 കേസുകളൊക്കെ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി മാത്രം ഫയൽ ചെയ്യുന്ന കേസുകളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ കോൺസിക്വൻസ് ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ തർക്കം പരിഹരിക്കാൻ കോടതിയിൽ സാധിക്കാതെ പോകുന്നു. യഥാർത്ഥ തർക്കങ്ങൾ പരിഹരിക്കാൻ കോടതിക്ക് സമയമില്ലാതെ പോകുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പറഞ്ഞല്ലോ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കോടതികളൊക്കെ നീതി ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതിന്റെ കോസ്റ്റ്, ചെറിയ കോടതികൾ മുതൽ മുതിർന്ന കോടതിയിലേക്ക് പോകുവാൻ അതിന് കോസ്റ്റ് താങ്ങാൻ സാധിക്കുകയില്ല. നീതി ഒരു സ്റ്റേറ്റിന്റെ കർത്തവ്യവുമാണ്. ആ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാവുന്നത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട്. ഒരു നീതി ലഭിക്കുവാൻ പ്രീമിയം കൊടുക്കേണ്ട ഒരു 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 അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നീതി പണം കൊടുത്ത് കോടതിയിൽ കേസ് കൊടുത്തു, കോർട്ട് ഫീ കൊടുത്തു, വക്കീൽ എൻഗേജ് ചെയ്ത് നിങ്ങൾക്ക് അർഹമായ കിട്ടേണ്ട നീതിക്ക് നിങ്ങൾ ഒരു പ്രീമിയമാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു നീതി നിഷേധമല്ലേ നിങ്ങൾ ചിന്തിക്കുമ്പോൾ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 2 തരത്തിലുള്ള കേസുകളാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, ജനങ്ങൾക്ക് ഗുണപരമായിട്ടുണ്ടാവുന്ന നീതി നിർവഹണം, ക്രിമിനൽ ജസ്റ്റിസ്, ഹൈക്കോടതി പോലുള്ള പൊതുഭരണ കാര്യങ്ങളിൽ ഇടപെടുന്ന നീതി നിർവഹണം. അത് ഒരുപക്ഷെ നമുക്ക് പ്രൈവറ്റ് സ്വഭാവങ്ങളിലൂടെയോ നമുക്ക് തീർക്കാൻ സാധിക്കുകയില്ല. മറ്റുള്ള കേസുകളെല്ലാം കോടതിന് പുറമെ തീർക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. അവിടെയാണ് യഥാർത്ഥ നീതി ജനങ്ങൾക്ക് ലഭിക്കുക. ഒരുപക്ഷെ മീഡിയേഷനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് തോന്നാം, ഒരു മധ്യസ്ഥൻ കയറുന്ന 2 പേരോടും സംസാരിച്ചു, അത് പെട്ടെന്ന് അങ്ങ് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശരിയാണ്, ഒരു മധ്യസ്ഥൻ സംസാരിച്ചു, 2 പാർട്ടികളും
ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്ന പ്രക്രിയയാണ് മീഡിയേഷൻ. പക്ഷേ മീഡിയേറ്റർ ഒരുപാട് സ്വഭാവ ഗുണങ്ങളും അതിന് സ്കിൽസും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമാണ്. അതല്ലാതെ രീതിയിൽ ഒരു സാധാരണ പോയി ഒരു മീഡിയേഷൻ നടത്തുന്ന മീഡിയേഷൻ നടത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഞാനൊരു മീഡിയേറ്റർ ആയിരുന്നു ഒരു ജഡ്ജി ആകുന്നതിന് മുമ്പ്. എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും. ഒരു തർക്കം ഒരു വ്യക്തിയിൽ ചിലപ്പോൾ മാത്രം ഒതുങ്ങിയിരിക്കില്ല. ആ വ്യക്തിയിൽ നിന്ന് അപ്പുറം മറ്റുള്ളവരും കൂടി ചേർന്നിട്ടായിരിക്കും തർക്കങ്ങൾ. തർക്കത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കാൻ അതൊക്കെ ഒരുപാട് സ്കിൽ ഉപയോഗിച്ച് മാത്രമേ ഒരു മീഡിയേറ്റർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പുതിയ പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് ഒരു വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഒരു പ്രക്രിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നമ്മുടെ സമൂഹത്തിനും വ്യക്തികൾക്കും കുടുംബത്തിനും ഗുണപരമായി നമ്മൾ എങ്ങനെ മീഡിയേഷൻ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഇന്നത്തെ ചിന്തിക്കേണ്ടത്. വളരെ ഉത്തമ വിശ്വാസത്തോടു കൂടുന്ന തർക്കങ്ങളെല്ലാം മീഡിയേഷനിൽ വ്യക്തി അധിഷ്ഠമായ തർക്കങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വളരെ സുതാര്യമായ തർക്ക പരിഹാരമാണ്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെയാണ് അതിനെ വിപുലപ്പെടുത്തേണ്ടത്, ഏത് രീതിയിൽ അതിനെ വിപുലപ്പെടുത്തണം, ഏത് രീതിയിൽ ആളുകൾ തർക്കങ്ങൾ പരിഹരിക്കാൻ കാരണം, ഒരു മീഡിയേറ്ററുടെ സ്വഭാവങ്ങൾ എന്തായിരിക്കണം, മീഡിയേറ്ററുടെ സ്വഭാവ ഗുണങ്ങൾ എന്തായിരിക്കണം, മീഡിയേഷൻ ഒരു പ്രക്രിയ ആയിട്ട് അത് വീണ്ടും വേറൊരു തർക്കത്തിലേക്ക് പോകുന്ന രീതിയിലാവരുത്. അപ്പൊ അതിനൊരു പ്രൊഫഷണൽ സെറ്റപ്പ് ഉണ്ടാവണം. അതുകൊണ്ട് അതിനാണ് ഈ ഇതേപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും ചിന്തിക്കണം. കാരണം ജനങ്ങളുടെ വിശ്വാസമാണല്ലോ ഏത് കാര്യത്തിലും ഏറ്റവും ഉത്തമം. ആ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മീഡിയേഷൻ പ്രക്രിയ ഉണ്ടാകാൻ പാടില്ല. കോടതികൾക്ക് ജനങ്ങളിൽ വിശ്വാസമാണ് കോടതിയിലേക്ക് കേസുകൾക്കായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് പ്രക്രിയയാണ് മീഡിയേഷൻ. അതേ ഉത്തമ വിശ്വാസത്തോടു കൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ നമുക്ക് വിപ്ലവകരമായ ഒരു മാറ്റങ്ങൾ നമ്മുടെ തർക്ക പരിഹാര മേഖല ഉണ്ടാകാൻ സാധിക്കും. നമുക്ക് പല മേഖലകളിലും കോടതിയിൽ വരാൻ പറ്റാത്ത കേസുകളുണ്ട്. കമ്മ്യൂണിറ്റി തർക്കങ്ങൾ, സാമൂഹ്യപരമായ തർക്കങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള കേസുകളാണ് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് എന്തുകൊണ്ട് ഈ ജനങ്ങൾ ഈ ഒരു പ്രക്രിയയിലൂടെ കൂടി മീഡിയേഷൻ പോലെ പ്രക്രിയകളിൽ കൂടി പരിഹരിച്ചുകൂടാ. കമ്മിറ്റികളിലെ തർക്കങ്ങൾ, പല നിഷേധങ്ങളും വരുമ്പോൾ അല്ലെങ്കിൽ പല തർക്കങ്ങളും വരുമ്പോൾ അതിന്റെ പലപ്പോഴും കാണാം അതിന്റെ തർക്കത്തിന്റെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ ഒരു ആശയവിനിമയം ഇല്ലാതെ പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ആശയവിനിമയം ഇല്ലാതെ പോകുന്നതിന്റെ പിന്നീട് ഉണ്ടാവുന്ന കോൺസിക്വൻസ് പല രീതിയിലാണ്. ചെറിയ തർക്കങ്ങളായിരിക്കും, അവസാനം അതൊരു ക്രിമിനൽ തർക്കങ്ങൾ പോലും ആയി പലപ്പോഴും തീരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പ്രിവെന്റീവായിട്ടും ഈ തർക്കം മീഡിയേഷനിലൂടെ പരിഹരിക്കാൻ സാധിക്കുകയാണ്. ഉൾക്കാഴ്ചയോടുകൂടി അതിനെല്ലാവരും ഉൾക്കൊള്ളാൻ കാണുന്ന കാഴ്ചപ്പാട്ടിൽ മീഡിയേറ്ററിന്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പാർട്ടികൾ തമ്മിൽ ഒത്തുചേരുവാനും പാർട്ടികൾ തമ്മിൽ തീരുമാനമെടുക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് അതിന് വിപുലമായ സാധ്യതകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ നമ്മളെ സാധ്യതകൾ ഇത് ലഭ്യമാക്കുവാൻ നമുക്ക് എല്ലാ സ്ഥലത്തും ഇതിന്റെ സഹകരണ ഇത് ആവശ്യമാണ്. ഓർഗനൈസേഷനുകൾ മുന്നോട്ട് വരണം. രണദേവയെ പോലത്തുള്ള വ്യക്തികൾക്ക് അതിന് വളരെ സാധിക്കും. കോടതികൾക്ക് പരിമിതികളുണ്ട്. ഞങ്ങൾക്കിവിടെ കേരള സ്റ്റേറ്റ് മീഡിയേഷൻ കൗൺസിലിംഗ് സെന്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞങ്ങൾ കോട്ടനക്സ് മീഡിയേഷൻ ആണ്. വീണ്ടും ഒരു നിർണയ എന്ന് പറഞ്ഞ സ്കീം തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കോടതികൾക്ക് ഇതിലെ പ്രക്രിയയിൽ ജഡ്ജിമാർക്ക് അതിന് മുഴുവൻ സമയം ചെലവാക്കാൻ സാധിക്കില്ല. രണദേവയെ പോലത്തെ വ്യക്തികൾക്ക് അതിന് മുൻകൈ എടുത്ത് കേരളത്തിലുടനീളം അതിന്റെ മീഡിയേഷൻ പ്രക്രിയ ലഭ്യമാക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു. മറ്റൊരു കാര്യം, ഇവിടെ പൊതുകാര്യ മേഖലകളിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ വർക്ക് പ്ലേസുകളിൽ തർക്ക പരിഹാരത്തിന് ഒരുപക്ഷെ അവിടുത്തെ മേലുദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ താല്പര്യമുള്ളവരെ മീഡിയേഷൻ ട്രെയിനിങ് ചെയ്താൽ പലപ്പോഴും അത് അവർക്ക് ഉപകാരപ്പെടും. ബഹുമാന്യൻ മന്ത്രി എത്തുമായിരിക്കും. അവർക്കൊക്കെ ഇത് ആലോചിക്കുവായിരുന്നു ഗവൺമെന്റ് തലത്തിൽ ഒരു തർക്കപരിഹാരം എങ്ങനെയാണ് രീതിയിൽ, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസിൽ ലേബർ തർക്കങ്ങൾ, ഇതൊക്കെ എത്ര നാളുകളാണ് കോടതിയിൽ കിടക്കുന്നത്. അതൊക്കെ ഒരു നല്ല ഒരു ടേബിളിനോട് ചേർന്ന് ഇരുന്ന് എല്ലാവരും സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അതിൽ ട്രെയിനിങ് കൊടുക്കാൻ KSMC തയ്യാറാണ് എന്നും കൂടി ഞാൻ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഇറക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.